ഹായ് ശശികല ടീച്ചറെ, എനിക്ക് ടീച്ചറിനോടൊരു കാര്യം പറയാനുണ്ട്. അതായത് ടീച്ചർ പറഞ്ഞ ക്രിസ്ത്യാനികൾ മതപഠനം നിർബന്ധിച്ച് നടത്തുന്നു. കുഞ്ഞായിരിക്കുമ്പോഴേ കുട്ടികൾ മതം കുത്തിത്തിരികുന്നു എന്നുള്ള രീതിയിലാണ് ടീച്ചർ സംസാരിച്ചത്. അതായത് നമുക്ക് ആ ടീച്ചർ പറഞ്ഞ കാര്യം അത് കേൾക്കാം. വെച്ചുകൊണ്ട് ഇവരെ അടിമയാക്കി നിർത്തണം. ബോധമുറയ്ക്കുന്നതിന് മുമ്പ്, തീരുമാനങ്ങൾ എടുക്കാൻ അറിയുന്നതിന് മുമ്പ് തലയിലേക്ക് ഇതൊക്കെ അടിച്ചു കയറ്റും. ബൈബിളിലെ കാര്യങ്ങളും ഖുറാനിലെ കാര്യങ്ങളും അടിച്ചു കയറ്റും. ഒരു 18 വയസ്സ് വരെ മതപഠനം അനുവദിക്കും. ആ നിലയിൽ ടീച്ചർ പറയുന്നത് തലയിൽ അടിച്ചു കയറ്റുന്നു എന്നാണ്. ടീച്ചറിന് എന്തെന്ന് മനസ്സിലാകാത്തതോടെ ടീച്ചർ ബൈബിൾ വായിച്ചു നോക്കൂ. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കുട്ടി ചെറുതായിരിക്കുമ്പോഴേ അവൻ്റെ സ്വഭാവ രൂപീകരണം നടത്തുകയാണ് മുസ്ലിംസും ക്രിസ്ത്യൻസും. അതിന് വേണ്ടിയിട്ട് ആ കുട്ടി കുഞ്ഞായിരിക്കും പറഞ്ഞു കൊടുക്കും, ദൈവം സ്നേഹം തന്നെ. അതായത് ദൈവം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? സ്നേഹത്തിലൂടെ കാണാൻ പറ്റും. ഇതാണ് ആദ്യം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ ബൈബിളിലെ ഓരോ കാര്യങ്ങളും അപ്പനെയും അമ്മയും സംരക്ഷിക്കണം, ബൈബിളിൽ പഠിപ്പിച്ചിരിക്കുന്നതാണ്. അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത്, മോഷ്ടിക്കരുത്. ഇതൊക്കെയാണ് കുട്ടികൾക്ക് ബൈബിൾ പഠനത്തിലൂടെ കുട്ടികളെ മനസ്സിലേക്ക് ഞങ്ങൾ കുത്തിത്തിരിയുന്നത്. അല്ലാതെ വേറൊരു മതപഠനം അതിനകത്തില്ല. ടീച്ചർ ശരിക്കും അത് മനസ്സിലാക്കും. എല്ലാ സൺഡേ സ്കൂളിലൂടെയും കുട്ടികൾക്ക് അതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു ഭജനം നടത്തി. അത് അമ്പലത്തിൽ ക്രിസ്ത്യാനികളുടെ പാട്ട് എന്തിനു പാടി എന്നാണ് ടീച്ചർ പറഞ്ഞത്. എല്ലാവരും തെറ്റിദ്ധരിച്ചു. അമ്പലത്തിലല്ല പാടിയത്, പള്ളിയിലാണ് പാടിയത്. പള്ളിക്കാരും അമ്പലവാസികളും അടുത്തടുത്തുള്ളവർ വളരെ മതസൗഹാർദ്ദത്തിൽ കഴിയുമ്പോൾ അവർക്ക് വേർതിരിവില്ല, മതസൗഹാർദ്ദമാണ്. അതിൻ്റെ ഭാഗമായി അവർ പള്ളിമുറ്റത്ത് ഒരുക്കിയിരുന്ന ആ വേദിയിൽ നാനാജാതി മതസ്ഥർ വന്ന ആ വേദിയിൽ അവർ പാടിയതാണ്. അതിൽ തെറ്റില്ല ടീച്ചറെ. പ്രിയപ്പെട്ട നന്ദഗോവിന്ദം ഭജൻകാർ അവിടെ ഇരുന്ന വ്യക്തികളോടും കമ്മിറ്റിക്കാരോടും സമ്മതം ചോദിച്ചിട്ടാണ് ക്രിസ്ത്യൻ പാട്ട് അവതരിപ്പിച്ചത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. LKG തൊട്ട് പഠിച്ചത് നമ്മുടെ ഇവിടുത്തെ പള്ളി സ്കൂളിലാണ്, നമ്മുടെ ഹോളി ഫാമിലി സ്കൂളിലാണ്. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളുടെ ഭജന നടക്കുമ്പോൾ ഇത്രയും തിരക്ക് വരുന്ന അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാവർക്കും കിട്ടുന്നത് അവിടുത്തെ പള്ളി ഗ്രൗണ്ടിലാണ്. ദേശവിളക്ക് എന്നുള്ള നമുക്ക് അടുത്ത ദിവസമുണ്ട് ദേശവിളക്ക്. ഇപ്പോൾ ദേശവിളക്കിന് അവിടെ നടക്കുന്ന സമയത്ത് ദേശം മുഴുവൻ വിളക്കുകളാണ്. ആ സമയത്ത് ഇവിടെ പള്ളിയിലും വിളക്കുകൾ എത്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു നാടാണ്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മതസൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നം പോലെയൊക്കെ പല സ്ഥലങ്ങളിൽ ഞാൻ കമൻറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാരാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് ഭജന കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം, ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള എന്നെ പഠിപ്പിച്ച ടീച്ചറിൻ്റെയൊക്കെ സിസ്റ്റേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ കൂടി ഉണ്ടാവും. ഒത്തിരി ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒരു കാര്യങ്ങളുടെ വ്യത്യാസമൊന്നും കാണാത്ത ഒരു നാടാണ്. അപ്പം നമുക്ക് വേണ്ടി ഇത്രയും സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന അവർക്ക് വേണ്ടി ഒരു പാട്ട് നമുക്ക് പാടാമല്ലേ? കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ട് അവർ പാടുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് അത് പള്ളിമുറ്റത്ത് പാടിയ അവർ എന്തിനാണ് ടീച്ചറെ ഇങ്ങനെയൊക്കെ ബഹളം വെച്ചത്? ഒരു സ്നേഹമായിട്ട് പോകുന്നതല്ലേ നല്ലത്? ക്രിസ്ത്യാനികൾ അവരുടെ കുട്ടികൾക്ക് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതിൽ എന്താ കുഴപ്പം? ശരിയല്ല ടീച്ചറെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. നമ്മൾ പരസ്പരം സ്നേഹിക്കണം. പരസ്പരം അവർക്ക് തമ്മിൽ സ്നേഹമുണ്ട്, പിന്നെ എന്തിനാ അവരെ വേർപിരിക്കണം? ആ സ്നേഹം തുടർന്നു പോകട്ടെ ടീച്ചറെ. അമ്പലത്തിനകത്തല്ല ക്രിസ്ത്യാനികളുടെ പാട്ട് പാടിയത്. മാത്രമല്ല പാടിയ ആള് ആ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. ആ കുട്ടിയുടെ അധ്യാപകർ അവിടെ ഉണ്ട്. അവർക്കൊക്കെ വേണ്ടി എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയാണ് അവിടെ പാടിയത്. ടീച്ചർ അതൊന്നും പറഞ്ഞില്ല. ടീച്ചർ നാട്ടുകാരെ പറ്റിച്ചു. ടീച്ചർ പറഞ്ഞത് എന്താണ്? അമ്പലത്തിൽ ക്രിസ്ത്യാനികളുടെ പാട്ട് പാടി എന്നാണ്. ശരിക്കും ടീച്ചർ അങ്ങനെയാണോ സംഭവിച്ചത്? അവിടെ ഒരു മതസൗഹാർദ്ദമല്ലേ, അവർ തമ്മിൽ സ്നേഹമുള്ളവരല്ലേ. ആ പള്ളിക്കാരും അമ്പലക്കാരും തമ്മിൽ വളരെ സ്നേഹമാണ്. എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങളുടെ VBS ഞങ്ങൾ ഘോഷയാത്ര നടത്തി യാത്ര ചെയ്ത് പോയപ്പോൾ നല്ല തേരിയുള്ള ഒരു സ്ഥലത്തൂടെയൊക്കെയാണ് പോയത്. മറ്റൊരു പള്ളിയിലേക്കാണ് പോകുന്നത്. ആ സമയത്ത് ഹൈന്ദവരായ ആൾക്കാർ വഴിനീളം എന്തൊക്കെ തന്നെന്നറിയാം. വെള്ളം തന്നു, തണ്ണിമത്തൻ തന്നു,
മറ്റ് പല കാര്യങ്ങളും വഴിനീളെ ആ ഹിന്ദുക്കൾ ഒരുക്കി വെച്ചിരുന്നു. എന്ത് സന്തോഷമായിരുന്നെന്നറിയോ? അത് മതസൗഹാർദ്ദമാണ്. പള്ളിക്കകത്തല്ല, പള്ളിക്ക് പുറത്ത് അവർ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ ആ പള്ളിയിലുള്ള ആൾക്കാർ ആ ഹൈന്ദവരോട് എങ്ങനെ പെരുമാറുന്നു അതാണ് അവരവിടെ കാണിച്ചത്. അപ്പോൾ ടീച്ചർ ഈ വെറുതെ നടന്ന് വഴക്കുണ്ടാക്കി ആൾക്കാരെ തമ്മിൽ തെറ്റിപ്പിരിക്കുന്നത് ശരിയല്ല ടീച്ചറെ. അവിടെ ഒരു സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വെളിപ്പെടുത്തലുകളാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ സ്നേഹിക്കുകയും സന്തോഷിക്കുകയും സൗഹാർദ്ദത്തിൽ കഴിയുകയും ചെയ്യുന്നവരെ തെറ്റിപ്പിരിക്കരുതേ ടീച്ചറെ. ടീച്ചറിന് പറ്റിയ പണിയല്ല. അധികാരം കയ്യിൽ കിട്ടുന്നതിന് മുമ്പേ ഇങ്ങനെയൊക്കെ പറഞ്ഞ ടീച്ചറെ എങ്ങനെ ഞങ്ങൾക്ക് നിങ്ങളോടൊപ്പം സഹകരിച്ച് പോകാൻ കഴിയും? ടീച്ചർ പറയുന്നു 18 വയസ്സിന് മുമ്പേ മതപഠനം നടത്തരുതെന്ന്. എന്തോന്ന് മതപഠനമാണ്? കുട്ടി നല്ലതായിട്ട് ജീവിക്കണം, കുട്ടിയുടെ സ്വഭാവം നല്ലതായിട്ട് പോകണം, ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാതെ കണ്ടവൻ്റെ മുതൽ മോട്ടിക്കാനും മറ്റുള്ളവരെ ചെന്ന് കൊല്ലാനും ഒന്നുമല്ല പഠിപ്പിച്ചു വിടുന്നത്. ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്ന കുട്ടികൾ ഒരിക്കലും വഴിതെറ്റൂല. ശരിയായ രീതിയിൽ ദൈവഭയമുണ്ടെങ്കിൽ എന്ത് മോശം പ്രവൃത്തി ചെയ്താലും ഉടനെ അവൻ്റെ മനസ്സിലൊരു ചിന്ത വരും, ഇത് ചെയ്യാൻ പാടില്ല, ഇത് കാണുന്ന ഒരാളുണ്ട് എന്ന്. മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം, അപ്പനെയും അമ്മയും സ്നേഹിക്കണം. അത് പള്ളിയിൽ നിന്ന് വചനത്തിലൂടെ പഠിപ്പിച്ച് വിടുകയാണ് ഓരോ കുട്ടിക്കും. അപ്പോൾ ടീച്ചർ വിചാരിച്ചതുപോലെ കുത്തി നിറയ്ക്കുന്നതല്ല ഈ വചനങ്ങൾ. ഓരോ വചനത്തിനും ജീവനുണ്ട് ടീച്ചറെ. ടീച്ചറൊന്നും മനസ്സിലായിട്ടില്ല. ടീച്ചർ ബൈബിൾ എടുത്ത് പഠിച്ചു നോക്ക്, അപ്പോൾ മനസ്സിലാവും. ഇനിയൊരു കാര്യം ചെയ്യും ടീച്ചറെ, നിങ്ങളുടെ മക്കളെയും നിങ്ങൾ അമ്പലത്തിൽ ഇതുപോലെ ക്ലാസ് എടുത്ത് നല്ല രീതിയിൽ പഠിപ്പിച്ച് വിടൂ. കുട്ടികൾ നല്ല വഴിക്ക് പോവും, കുട്ടിക്ക് ഭയം മനസ്സിലുണ്ടാവും, കുട്ടികൾ നല്ല മക്കളായി വളർന്നു വരും. അപ്പോൾ ടീച്ചറെ കാണാം കേട്ടോ.